Hello, I'm Nandana. നിങ്ങൾക്കെന്നെ അറിയില്ലായിരിക്കും ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് എ വീഡിയോ ഇൻ യൂട്യൂബ്. ഞാൻ ഇപ്പോൾ ജർമ്മനിയിലാണ്. ഞാനിവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത്. ബട്ട് എനിക്ക് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ലേറ്റായി എത്താൻ. അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എൻ്റെ യൂണിവേഴ്സിറ്റി വന്നിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അത്യാവശ്യം ദൂരത്താണ്. അപ്പോൾ 2 മണിക്കൂർ യാത്രയുണ്ട്. ഒരു ബസ്സും 2 ട്രെയിനൊക്കെ കയറി വേണം പോകാൻ. ഞാൻ പിന്നെ ബസ്സും ട്രെയിനൊക്കെ കയറിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരം വെളുക്കാൻ ഇച്ചിരി ടൈം എടുക്കും. കാരണം ഇപ്പോൾ വിൻ്റർ ഒഫീഷ്യലി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ടോ ഒന്ന് നേരം വെളുക്കാൻ. ഇപ്പോൾ ഫുള്ള് ഇരുട്ടൊക്കെയാണ്. ഇപ്പോൾ ജർമ്മനിയിലുള്ള ആൾക്കാർ ഒട്ടുമിക്കവരും യൂസ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രെയിനും ബസ്സൊക്കെ തന്നെയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണത്. അപ്പോൾ ഞാനും ഇതിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ എനിക്കിവിടുന്ന് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രെയിൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഓട്ടോ സീസൺ കഴിഞ്ഞ് വിൻ്റർ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഫുൾ ചുറ്റുപാടും ഫുൾ എപ്പോഴും ഭയങ്കര കളർഫുള്ളാണ്. നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര രസമാണ് കാണാൻ. പോകുന്ന വഴികളൊക്കെ ഫുൾ യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചുറ്റുപാടുമാണ് ഇവിടെയൊക്കെ. ഇവിടെ എങ്ങനെ ഇറങ്ങിയാലും അടിപൊളിയാണ്. ക്ലൈമറ്റ് പിന്നെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിളാണ്. ചില സമയം മഴയുണ്ടാവും, ചില സമയം വെയിലുണ്ടാവും. അങ്ങനത്തെ ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയും നല്ല കാറ്റൊക്കെ ഉണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ നല്ല വെയിലും നല്ല തണുപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇവിടെ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിൽ കയറുന്ന രീതികളൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ഈ ബസ്സിൻ്റെ സ്റ്റോപ്പ് എവിടെയാണ് നിർത്തുക, എങ്ങനെ നിർത്തുന്നത്, എങ്ങനെ ബസ്സിൽ കയറുക. ഇപ്പോൾ ഒരേ ഡയറക്ഷനിലോട്ട് പോകുന്ന ബസ്സായിരിക്കും, പക്ഷേ രണ്ടിനും 2 സ്റ്റോപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇവിടുത്തെ ബസ് സർവീസിലൊക്കെ കയറാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ അങ്ങോട്ട് ഓക്കെ ആവും. എനിക്കിപ്പോൾ അത്യാവശ്യം ഓക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉള്ളിലധികം വലിയ രീതിയിൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഡേ ആയതിൻ്റെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ അകഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇവിടെ വന്നിട്ട് ഞാൻ മാക്സിമം ഇവിടുത്തെ ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കാറ്. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് വരാറുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഇന്ന് രാത്രി അത് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് കരുതി ദോശയും ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ചായയൊക്കെ വെച്ച് ഞാൻ കഴിച്ചു രാത്രിയിൽ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയി കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.